ഹായ് ഡിയേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാൻ അവിടെ പോയതായിട്ട് ഓർക്കുന്നു, ഞാനത് ചെയ്തതായിട്ട് ഓർക്കുന്നു, ഞാനത് വാങ്ങിയതായിട്ട് ഓർക്കുന്നു, ഞാനത് കഴിച്ചതായിട്ട് ഓർക്കുന്നു. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക. ദെൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും അറിയിക്കുക കേട്ടോ. സോ ഓവർ ടു ദി വീഡിയോ. സോ ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു, ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു, ഞാൻ അവനെ വിളിച്ചതായി ഓർക്കുന്നു, ഞാൻ അത് വാങ്ങിയതായി ഓർക്കുന്നു, ഞാൻ ആ സിനിമ കണ്ടതായി ഓർക്കുന്നു. ഇവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് എന്താണ്? അപ്പോൾ ഓർക്കുന്നു അല്ലേ, ചെയ്തതായി ഓർക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതായി ഓർക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണെന്നറിയോ? റിമെമ്പർ പ്ലസ് വേർബ് പ്ലസ് ing. എന്താണ്? റിമെമ്പർ പ്ലസ് വേർബ് പ്ലസ് ing എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഒന്നുകൂടെ പറയാം, റിമെമ്പർ പ്ലസ് വേർബ് പ്ലസ് ing എന്ന് വെച്ചാൽ ചെയ്തതായി ഓർക്കുന്നു എന്നാണ് കേട്ടോ. സോ നമുക്ക് സെന്റൻസിലോട്ട് പോകാം. ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു. ഇവിടുത്തെ വേർബ് എന്താണ്? പോകുക എന്നുള്ള വേർബാണ് അല്ലേ. അപ്പൊ ഗോയുടെ കൂടെ നമ്മൾ ing ചേർക്കണം. അപ്പൊ ഗോയിങ് പ്ലസ് ing എന്താവും? ഗോയിങ് എന്നാവൂലേ. അപ്പോൾ ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു എന്ന് പറയാനായിട്ട് ഐ റിമെമ്പർ ഗോയിങ് ദർ. ഐ റിമെമ്പർ ഗോയിങ് ദർ. ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഐ റിമെമ്പർ ഗോയിങ് ദർ. ഐ റിമെമ്പർ ഗോയിങ് ദർ. ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു. ഇനി ഞാൻ അവനെ വിളിച്ചതായി ഓർക്കുന്നു. ഇവിടുത്തെ വേർബ് എന്താണ്? വിളിക്കുക. വിളിക്കുക എന്നുള്ളത് എന്താണ്? കോൾ എന്നല്ലേ. അപ്പൊ കോളിന്റെ കൂടെ നമ്മൾ ing ചേർക്കുമ്പോൾ എന്താവും? കോളിംഗ് എന്നാവൂലേ. അപ്പം ഐ റിമെമ്പർ കോളിംഗ് ഹിം. ഐ റിമെമ്പർ കോളിംഗ് ഹിം. ഓക്കെ. ഐ, ഞാൻ എന്നുള്ളതിന് ഐ. പിന്നെ ഓർക്കുന്നു എന്നല്ല നമുക്ക് വേണ്ടത്, റിമെമ്പർ. റിമെമ്പർ. ഇനി വിളിക്കുക, വേർബ് എന്താണ്? കോൾ. കോളിംഗ് എന്നാവൂലേ. ഐ റിമെമ്പർ കോളിംഗ് അവനെ, ഹിം. ഐ റിമെമ്പർ കോളിംഗ് ഹിം. ഇനി ഞാൻ അത് വാങ്ങിയതായി ഓർക്കുന്നു. ഇവിടുത്തെ വേർബ് എന്താണ്? വാങ്ങുക എന്നുള്ളത് വേർബാണ് അല്ലേ. ബൈ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ബൈന്റെ കൂടെ നമ്മൾ ing ചേർക്കുമ്പോൾ എന്തായിരിക്കും? ബൈങ് എന്നാവും. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ എന്നുള്ളത് ഐ, റിമെമ്പർ വാങ്ങുക, ബൈ പ്ലസ് ing ബൈങ്, എന്ത്? അത്, ദാറ്റ്. ഓക്കെ. ഐ റിമെമ്പർ ബൈങ് ദാറ്റ്. ഞാൻ അത് വാങ്ങിയതായിട്ട് ഓർക്കുന്നു. ഞാൻ ആ സിനിമ കണ്ടതായി ഓർക്കുന്നു. ഞാൻ ആ സിനിമ കണ്ടതായി ഓർക്കുന്നു. എങ്ങനെ പറയാം? ഐ റിമെമ്പർ. സിനിമ കാണുക എന്നുള്ളതിന് നമ്മൾ വാച്ചിങ് ഫിലിം എന്ന് പറയില്ലേ. ഐ റിമെമ്പർ വാച്ചിന്റെ കൂടെ നമ്മൾ ing ചേർക്കുമ്പോൾ വാച്ചിങ്. ഐ റിമെമ്പർ വാച്ചിങ് ദാറ്റ് ഫിലിം. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ് മൂവി എന്ന് വേണമെങ്കിലും പറയാം. ഐ റിമെമ്പർ വാച്ചിങ് ദാറ്റ് ഫിലിം. ഓക്കെ, പറഞ്ഞുതരാം. ഞാൻ അവിടെ പോയതായി ഓർക്കുന്നു. ഐ റിമെമ്പർ ഗോയിങ് ദർ. ഞാൻ അവനെ വിളിച്ചതായി ഓർക്കുന്നു. ഐ റിമെമ്പർ കോളിംഗ് ഹിം. ഓക്കെ. ഞാനത് വാങ്ങിയതായി ഓർക്കുന്നു. ഐ റിമെമ്പർ ബൈയിങ് ദാറ്റ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഞാൻ ആ സിനിമ കണ്ടതായി ഓർക്കുന്നു. ഐ റിമെമ്പർ വാച്ചിങ് ദാറ്റ് മൂവി. ഓക്കെ. എന്താണ്? ഞാനത് വാങ്ങിയതായി ഓർക്കുന്നില്ല. നമ്മൾ മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? ഞാനത് വാങ്ങിയതായി ഓർക്കുന്നു, കഴിച്ചതായി ഓർക്കുന്നു, വിളിച്ചതായി ഓർക്കുന്നു എന്നല്ലേ. ഇത് നമ്മൾ എന്താണ്? നെഗറ്റീവ് ഫോമിലാണ് പറയുന്നത്. ഞാനത് വാങ്ങിയതായി ഓർക്കുന്നില്ല, ഞാൻ അവളെ വിളിച്ചതായി ഓർക്കുന്നില്ല, ഞാൻ അവിടെ പോയതായി ഓർക്കുന്നില്ല. ഇങ്ങനെ എന്താണ്? ചെയ്തതായി ഓർക്കുന്നില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനാണ് ഐ ഡോണ്ട് റിമെമ്പർ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഐ ഡോണ്ട് റിമെമ്പർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേർബിന്റെ ing ഫോം. ഐ ഡോണ്ട് റിമെമ്പർ പ്ലസ് വേർബിന്റെ ing ഫോം ആണ് കേട്ടോ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാനത് വാങ്ങിയതായി ഓർക്കുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് റിമെമ്പർ. ഓക്കെ. വാങ്ങുക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. എന്താണ്? ബൈ എന്നാണ്. അപ്പൊ ബൈയിങ്. ഓക്കെ. ഐ ഡോണ്ട് റിമെമ്പർ ബൈയിങ് ദാറ്റ്. I don't remember
ബൈയിങ് ദാറ്റ്. ഞാനത് വാങ്ങിയതായി ഓർക്കുന്നില്ല. കണ്ടില്ലേ? ഐ ഡോണ്ട് റിമെമ്പർ അതേപോലെ വന്നു. പിന്നെ വെർബിനെ നമ്മൾ ഐ എൻ ജി ഫോമിൽ, ബൈ എന്നുള്ള വെർബിനെ നമ്മൾ ഐ എൻ ജി ഫോമിൽ ഇട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ ബൈയിങ് ദാറ്റ് എന്ന് വെച്ചാൽ ഞാനത് വാങ്ങിയതായിട്ട് ഓർക്കുന്നില്ല. ഇനി ഞാൻ അവിടെ പോയതായിട്ട് ഓർക്കുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് റിമെമ്പർ. പോകുക എന്നുള്ള വെർബ് എന്താണ്? ഗോ. ഗോയിങ്. ഓക്കെ. ഐ ഡോണ്ട് റിമെമ്പർ ഗോയിങ് ദർ. ഞാൻ അവിടെ പോയതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അവളെ വിളിച്ചതായി ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ. വിളിക്കുക എന്നുള്ളത് കോൾ പ്ലസ് ഐ എൻ ജി, കോളിംഗ്. ഐ ഡോണ്ട് റിമെമ്പർ കോളിംഗ്. ഓക്കെ. വിളിക്കുക, കോളിംഗ് ഹർ, അവളെ. ഓക്കെ. ഹർ, അവളെ. ഞാൻ അവളെ വിളിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ കോളിംഗ് ഹർ. നെക്സ്റ്റ്, ഞാനത് കഴിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇവിടുത്തെ വേർബ് എന്താണ്? കഴിക്കുക എന്നുള്ള വേർബാണ് അല്ലേ? കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്നല്ലേ പറയുക ഇംഗ്ലീഷിൽ, പ്ലസ് ഐ എൻ ജി, ഈറ്റിംഗ്. ഓക്കെ. അപ്പൊ ഞാനത് കഴിച്ചതായി ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഈറ്റിംഗ് ദാറ്റ്. ഞാനത് കഴിച്ചതായി ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഈറ്റിംഗ് ദാറ്റ്. ഇനി നമ്മൾ ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കാറില്ലേ, നീ അങ്ങനെ പറഞ്ഞതായി നീ ഓർക്കുന്നുണ്ടോ? നീ അവിടെ പോയതായി നീ ഓർക്കുന്നുണ്ടോ? നീ അത് വാങ്ങിയതായി ഓർക്കുന്നുണ്ടോ? നീ അത് കഴിച്ചതായി ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കാം? ഡു യു റിമെമ്പർ എന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഓക്സിലറി വെർബ് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. എന്താണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഡു യു റിമെമ്പർ പ്ലസ് അവിടെ പോയതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ ചോദിക്കാം? ഡു യു റിമെമ്പർ, നീ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീ ഓർക്കുന്നുണ്ടോ? നീ അങ്ങനെ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ റിമെമ്പർ എന്താണ്? ഓക്കെ. ഡു യു റിമെമ്പർ, പിന്നെ എന്താണ് വെർബ് പ്ലസ് ഐ എൻ ജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഡു യു റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നീ അവിടെ പോയതായി ഓർക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ എന്ത്? അവിടെ പോയതായിട്ട് അല്ലേ? പോകുക എന്നുള്ളത് ഗോയിങ്. അപ്പോൾ ഡു യു റിമെമ്പർ ഗോയിങ് ദർ. നീ അവിടെ പോയതായിട്ട് ഓർക്കുന്നുണ്ടോ? നീ അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? നീ അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു റിമെമ്പർ. പറയുക എന്നുള്ളതിന് എന്താണ്? സേ എന്ന് പറയാം അല്ലേ? അപ്പൊ സെയിങ് സോ അല്ലെങ്കിൽ സെയിങ് ദാറ്റ്. സെയിങ് ദാറ്റ് എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? സെയിങ് സോ എന്ന് വെച്ചാൽ നീ അങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നർത്ഥം കേട്ടോ. ഓക്കെ. നീ എന്നെ വിളിച്ചതായി ഓർക്കുന്നുണ്ടോ? അപ്പൊ അതെങ്ങനെ പറയാം? ഡു യു റിമെമ്പർ. വിളിക്കുക എന്നുള്ളത് എന്താണ്? കോൾ. അപ്പൊ കോളിംഗ്. ഡു യു റിമെമ്പർ കോളിംഗ് മീ. നീ എന്നെ വിളിച്ചതായി ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഡു യു റിമെമ്പർ കോളിംഗ് മീ. നീ എന്നെ വിളിച്ചതായി ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നീ അവിടെ പോയതായി ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ഗോയിങ് ദർ. നീ എന്നെ വിളിച്ചതായി ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ കോളിംഗ് മീ. നീ അത് കഴിച്ചതായി ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ഈറ്റിംഗ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് സെൻറ്റൻസുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ എന്തായിരുന്നു? റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ആയിരുന്നു അല്ലേ പഠിച്ചതും. ഞാൻ അങ്ങനെ ചെയ്തതായി ഓർക്കുന്നു എന്ന് പറയാനായിട്ട് റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ചെയ്തതായി ഓർക്കുന്നില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ഐ. അപ്പം എന്താണ്? വളരെ സിമ്പിളാണ്. നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. And if you find this class useful, like, share, comment and subscribe. Thank you. See you on another video. Until then, take care. Bye-bye.